ഇന്ന് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഒരു ചെറിയ സാമ്പാറായാലോ? അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് ഞാനിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ കുക്കറെടുത്തു. കുക്കറിലാണ് വേവിക്കുന്നത്. അതിലേക്ക് പിന്നെ ഒരു 8 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. പിന്നെ 2 ക്യാരറ്റ്, അതിൻ്റെ കുറേ ഭാഗമൊക്കെ ചീത്തയായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ 2 ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ചീഞ്ഞ് പോവാറായിരിക്കുന്ന പച്ചക്കറികളുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നല്ല ഭാഗങ്ങളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇതൊക്കെ വേസ്റ്റാക്കുന്നത്? ഇതെല്ലാം കൂടെ നമ്മളിതാ ഒരു കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. 1 തക്കാളി ഇടുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരു ഉരുളൻ, ഒരു 1/4 ഭാഗം ഇളവങ്ക ഇവിടെ ഇരുന്ന് വെച്ചാൽ വെള്ളരിക്ക ഉണ്ടായിരുന്നില്ല. പിന്നെ 2 പച്ചമുളക് അത് ഞാൻ ഒടിച്ചിട്ടു. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ നമ്മുടെ സവോള ഞാൻ 2 വലിയ സവോള ഇട്ടിട്ടുണ്ട്. 2 വലിയ സവോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ചീത്തയായിപ്പോയായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു കൊച്ചു ചേമ്പാണിത്. അതും ഇട്ടു. ഒരു ചെറിയ ഡ്രം സ്റ്റിക്ക്, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം അതും ഇട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പെന്ന് ആവശ്യത്തിനെന്ന് പറയാൻ കാരണം ഓരോരുത്തരുടെയും ടേസ്റ്റ് ഓരോ രീതിയിലാണല്ലോ. പൊതുവേ സാമ്പാറിന് ഇച്ചിരി ഉപ്പ് കുറഞ്ഞിരിക്കുന്നതാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഇതൊക്കെ ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ കുറച്ച് മുളക് പൊടിയേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇതെല്ലാം കൂടെ നല്ലോണം തിരുമ്മി അതിലേക്ക് ഞാൻ ചൂടുവെള്ളം 1 ഗ്ലാസ് ഒഴിച്ച കേട്ടോ. പിന്നെ 1 ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചായിരുന്നു, അത് ഞാൻ കാണിച്ചില്ല. അത് നമ്മളിതാ കുക്കറിൽ വെച്ച് അത് 2 വിസിലടിച്ച് വേവിച്ചെടുത്തു. ആ സമയം കൊണ്ട് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. അത് നല്ലോണം ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു. അപ്പോഴത്തേക്കും ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ കഷ്ണമൊക്കെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ചൂടായതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ആദ്യം നമ്മൾ കുറച്ച് ഉലുവ ഇട്ടു. അതൊന്ന് മൂത്ത് പൊട്ടാറായി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യമില്ലല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ പറയണേ, കുറച്ചധികം നമ്മൾ ഈ അച്ചാറിനൊക്കെ ഇടുന്ന പോലത്തെ അത്രയും വേണ്ടില്ലേ, ഏകദേശം അത്രത്തോളം കടുക് ഇട്ടു. ഇങ്ങനെ പൊട്ടിച്ചു. കടുക് ഇങ്ങനെ പൊട്ടി വരുന്ന സമയം കൊണ്ട് നമ്മൾ 5-6 ഉള്ളി, ഞാൻ സാധാരണ 2-3 ഉള്ളിയൊക്കെയാണ് ഉദ്ദേശിക്കാറുള്ളത്, ഇത്തവണ അരിഞ്ഞപ്പോൾ കൂടിപ്പോയി. കുറച്ച് വേപ്പില ഇല്ലായിരുന്നു, വെള്ള വേപ്പില വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ അശോകയുടെ സാമ്പാർ പൊടി, ചെറിയ സാമ്പാർ പൊടി 16 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഇവിടെ പൊതുവെ അതാണ് ഉപയോഗിക്കാറുള്ളത്. അതെടുത്തു. അത് 50 ഗ്രാമിൻ്റെ പൊടിയായിരുന്നു, 50 ഗ്രാമിൻ്റെ പാക്കറ്റായിരുന്നു. അതിൻ്റെ പകുതിയോളം ഇട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി മൂത്ത് വന്നിരിക്കുന്ന ഈ സാധനം നേരെ നമ്മുടെ വെന്ത കഷ്ണത്തിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഞാനിതിലേക്ക് പുളിവെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു. തക്കാളിക്ക് അത്യാവശ്യം പുളി ഉള്ളതാണ്. അപ്പോൾ വീണ്ടും നമ്മളിട്ട് പുളിയൊക്കെ കൂട്ടി എന്തിനാണ് വെറുതെ. അതിലേക്ക് നമ്മളൊരു ചെറിയ മല്ലിയില ഇട്ട് നല്ലോണം ഇളക്കി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും റെഡി.